ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. യെസ്, ഇന്ന് നമ്മൾ ഡൽഹിയിലല്ല, ഡൽഹിയുടെ ഔട്ടറിലാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ എൻഡവർ കാണാൻ വേണ്ടി വന്നതാണ്. മിസ്റ്റർ തുമ്പി അങ്ങനെ വണ്ടി ഓടിക്കുകയാണ്. ഇതൊരു 2.2 6 ഗിയർ ഓട്ടോമാറ്റിക് ആണ്. ഇതിന് 3.2 അത്ര പവർ കിട്ടത്തില്ല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ, നല്ല വണ്ടി കേട്ടോ. നമ്മൾ ഗ്രാമങ്ങളിൽ വില്ലേജുകളിൽ വണ്ടി നോക്കാണ്ട് ഇതൊക്കെ കച്ചവട വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. പൂരാ സെയിൽ കേരിയ ഭയ്യ, സെയിൽ ഗ്ലോസർ. ഇത് കച്ചവടക്കാരാണ്, ഇതുണ്ട്, ഇതെല്ലാം ഇവിടുത്തെ കച്ചവടക്കാരാണ്. ഞാൻ നേരത്തെ തൊട്ട് അങ്ങേറ്റം വരെ പോകാൻ വേണ്ടി ഇതെല്ലാം അങ്ങനെ സംഭവം. അതായത് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിൽ നിന്ന് നമ്മളങ്ങനെ ഔട്ടർ വന്നിരിക്കുകയാണ്. സ്ഥലം എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ 2-3 വണ്ടി നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ഇന്നൊരു വണ്ടിക്ക് അഡ്വാൻസ് കൊടുക്കും, വീട്ടിലേക്ക് വേണ്ടിയുള്ളൊരു വണ്ടിക്ക്. അത് കൂടാതെ ഞങ്ങൾ വേറെ വണ്ടി നോക്കുന്നുണ്ട്. വിമാനം പോകുന്നുണ്ട്, തൊട്ടപ്പുറമാണ് എയർപോർട്ട്. ടോട്ടൽ നമ്മൾ 5-6 വണ്ടി നോക്കുന്നുണ്ട്. അതെ ഗൈസ്, 5-6 വണ്ടിയൊന്നുമില്ല, 2 വണ്ടി, 2-3 വണ്ടി. അതിൽ ഒരു വണ്ടി ഒരു സർപ്രൈസ് ആണ്. അതിപ്പോൾ പറയുന്നില്ല, കാരണം പറഞ്ഞാൽ അതൊരു ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഗൈസ് നോക്കും. അപ്പോൾ അങ്ങനെ ഇത് കണ്ടോ, ഇവിടെ ഇത് കച്ചവടക്കാരാട്ടോ. ഇതിപ്പോൾ ഒരു ഗ്രാമമാണ്, ഒരു ഔട്ടർ ഗ്രാമമാണ് ഡൽഹിയുടെ. അപ്രോക്സിമേറ്റ് 50 കിലോമീറ്റർ പുറത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കൃഷി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതല്ലേ നീ പറഞ്ഞ വണ്ടി? വോഗല്ല, ഇതാണ് മറ്റേത്. ഏതാ? ഇവോക്ക് E200. ഇതൊക്കെ ഫ്ലഡ് എഫക്റ്റ് വണ്ടിയാട്ടോ. വെള്ളം കയറിയ വണ്ടി. ഇത് കണ്ടറിയത്. ഇതും വെസ്റ്റ് ബംഗാളിൽ നിന്ന് വെള്ളം കയറിയിട്ട്, ഫ്ലഡിന് വെള്ളം കയറിയിട്ട് വന്ന വണ്ടിയാട്ടോ. മാതാവേ നോക്കിയേ, ഇതും വെള്ളം കയറിയ വണ്ടിയാ. ഇത് വെള്ളം കയറിയ വണ്ടിയാ. ഫ്ലഡ് എഫക്റ്റഡ് വണ്ടിയാട്ടോ ഇതൊക്കെ. അതെ 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 അതെ, രണ്ടും അതെ. ഫ്ലഡ് കയറിയ വണ്ടിയാ. വണ്ടി കണ്ടാലറിയാം ഫ്ലഡ് കയറിയ വണ്ടി. ഇതൊക്കെ നമ്മൾ വളരെ സുരക്ഷിത. അടുത്ത ഫ്ലൈറ്റ് പോകുന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ സീറ്റ് ബെൽറ്റ് വലിക്കുമ്പോൾ അതിൻ്റെ അടി മണ്ണുണ്ട്. എത്ര ക്ലീൻ അടിച്ചാലും പോകൂല. ആണോ? നല്ല മൊത്തത്തിൽ മാറണം സീറ്റ് ബെൽറ്റ്. അങ്ങനെയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മളിവിടെയൊക്കെ വന്ന് വണ്ടി എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചാടിക്കയറി ഒന്നും എടുത്താക്കില്ലേ, കുണ്ടിയിലടി മേടിച്ചുകൊണ്ട് പോകേണ്ടി വരും കേട്ടോ. ഇതൊക്കെ ഒരു കുളം കണ്ടോ, ഞങ്ങൾക്ക് ഇതേപോലെ ഒരു കുളം വീട്ടിൽ പണിയണം. അത്യാവശ്യം വലിയൊരു കുളം കുളിക്കാൻ വേണ്ടി. ഇത്രയും വേണ്ട, അതിൻ്റെ പകുതി മതി. ഗൈസ്, ഞാൻ പച്ചയായ ഭാഷയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഡൽഹി വന്ന് ആവേശം മൂത്ത് ആറും വാക്കൊന്നും കേട്ട് വണ്ടി എടുക്കരുത്. എപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ ഒരു കച്ചവട രീതി അനുസരിച്ച് ബാർഗെയിനിങ് ഉണ്ടാവും. അപ്പോൾ താത്തി സംസാരിച്ച് ചെറിയ വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകാം, അല്ലാതെ വലിയ വിലയ്ക്ക് എടുത്തുകൊണ്ട് പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. എപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് നമ്മൾ മനസ്സിൽ എപ്പോഴും കാണണം. ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനത്തിന് എന്തെങ്കിലും പണി ചിലപ്പോൾ കാണേണ്ടി വരും. ചിലപ്പോൾ ഓണർ കൊടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പണി ഉണ്ടായിട്ട് കൊടുക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, സാമ്പത്തികമായിട്ട് തകർന്നിട്ട് കൊടുക്കുന്നതായിരിക്കും. പല രീതിയിലാണ് വണ്ടി കച്ചവടം നടക്കുന്നത്. അപ്പം ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാം ശ്രദ്ധിക്കണം. നമ്മളൊരാളെ ഇവിടെ സംഘടിപ്പിക്കണം, എന്നിട്ട് നമ്മളിവിടെ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരാളെ നമുക്ക് വേണം. ഇതൊക്കെ ഉണ്ടായിട്ട് സാധനം കൊണ്ട് വരുന്ന ആൾക്കാരെ കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്നലെ നമ്മളൊരു ബെൻസ് നോക്കാൻ വേണ്ടി പോയേ. ഞാൻ ബേസിക്കലി വന്നതെന്താണെന്നറിയോ, ഇവിടെ ഒരു കൃഷി ഉണ്ടായിരുന്നേ. അല്ലല്ല, ചാണകം. ഇവർ ചാണകം കത്തിക്കാൻ വേണ്ടി റെഡിയാക്കി എടുത്തേക്കുന്നത് കണ്ടോ. ചാണകം ഇവരുടെ വീട്ടിലേക്കൊക്കെ കത്തിക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്ത് എടുത്താക്കുന്ന ഈ കാണുന്ന ഫുള്ള് എന്നാണോ എടുത്തോണ്ട്. ഇതേ വെള്ളം കയറിയ വണ്ടി. ഇതൊക്കെ സൂക്ഷിക്കണം. ഇതേ അടുത്തതാ എടാ ലിവിനെ, വെസ്റ്റ് ബംഗാൾ വണ്ടികളില്ലേ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, അങ്ങനെ കുറച്ച് സ്ഥലത്തെ വണ്ടികൾ. തുമ്പി, കണ്ടമാനം വെള്ളം കയറിയ വണ്ടിയുണ്ട്. ഇന്നലെ എന്നോട് പറഞ്ഞേ ഔട്ടറിൽ പോയാൽ നല്ല വണ്ടി കിട്ടും, നല്ല ഉണ്ട കിട്ടും. കൊള്ളൂല. അതിനെ പറ്റിയേ 39,000 ഒരു 3 പ്രാവശ്യം ഓടിയിട്ടുണ്ടായിരുന്നു. തിരിച്ചാണോ? ദൈവമേ, എൻ്റെ ഒരു തിരിയാട്ടോ ചേട്ടാ. അവിടെ ഫുള്ള് വെള്ളം കയറി വണ്ടി ചേട്ടാ. ഫ്ലഡ് എഫക്റ്റഡാ മൊത്തം. നമ്മളെന്തായാലും വന്നല്ലേ, ഇവിടെ വരെ ഇയാളുടെ കൃഷിയൊക്കെ കാണിച്ചിട്ട് പോവാം. ലിവിനെ, ഈ ഗ്ലോസ്റ്റർ ഒന്ന് ഓടിച്ചത്. തുമ്പി, ഈ ഗ്ലോസ്റ്റർ വെറുതെ വരെ വന്നല്ലേ. ഇത് സ്പിനാച്ചാട്ടോ, ഫുള്ള് സ്പിനാച്ചാ. ഇവിടുന്ന് വണ്ടി എടുത്താൽ ഇതാണ് ഔട്ടർ വണ്ടി എടുത്തോളാം കയറി. എല്ലാവരും ഡൽഹിയുടെ ഔട്ടറിൽ വണ്ടി കിട്ടും. നിയാസിനെ പോലെയുള്ള ആള് ഈ പുള്ളിക്കാരൻ സത്യസന്ധനാണ്. കാരണം പുള്ളിക്കാരൻ രക്ഷപ്പെടാതിരിക്കുന്നത്. ഇയാളൊരു കള്ളനല്ല, ഇയാളൊരു സത്യസന്ധന. അതുകൊണ്ട് ഇയാൾ ഗതി പിടിക്കാത്ത. അത് ഇയാളൊരു കള്ളനായിരുന്നു, ഇപ്പം ഗതി പിടിച്ചത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് നിയാസിൻ്റെ അടുത്ത് എല്ലാ കാര്യം ചെയ്യുന്നത്. കാരണം വെച്ചാൽ അത് ഭയങ്കര സത്യസന്ധന. ഇയാൾ നമുക്ക് മൂട്ടിലടിച്ച് തരൂല കേട്ടോ. അപ്പം കണ്ടോ, 3 പ്രാവശ്യം ഓടിയുന്നത് 2.2 കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളുണ്ടോ? ഉള്ളിലൊന്നുമില്ലല്ലോ ചേട്ടാ, വെള്ളമാണോ ചേട്ടാ? പിന്നെ ശരിയാട്ടോ ഈ പെയിന്റ് ഒക്കെ പാറ്റി അടിച്ചേക്കുന്ന പെയിന്റ് കൊള്ളൂല. സൺറൂഫ് ഉണ്ട് 2.2-ന്.
അയ്യോ നശിപ്പിച്ചു. നിങ്ങളോട് ആരാ പറഞ്ഞ ഔട്ടറിൽ പോയാൽ നല്ല വണ്ടി കിട്ടുമെന്ന്? ഉറപ്പിച്ചു. ഔട്ടറിൽ പോയാൽ പണി മേടിക്കും, പണി മേടിക്കും. തല്ലിപ്പൊളി വണ്ടിയാണ് കേട്ടോ. ഇതും വെള്ളം കയറാത്തൊരു വണ്ടിയില്ല. വെള്ളം കയറിയാന്ന് തോന്നുന്നു. വെള്ളം കയറിയ വണ്ടിയാട്ടോ. വെള്ളം കയറാത്ത വണ്ടിമാരെടുത്തില്ലടാ. നമ്മളവിടെ പോയി തന്നെ നമ്മുടെ ബോധം പോയി. വെറുതെ അവിടെ നിന്ന് ഇവിടം വരെ ഓടിച്ചു വന്നു. നിങ്ങൾ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളും. നല്ല ഒരു പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്ന എടുത്തു കൊടുത്തോ നല്ല വണ്ടി എന്ന് വെച്ചാൽ ഇവിടുത്തെ 30,000 കമ്മീഷനാണ് ഇവർക്ക് സാധാ കച്ചവടം. ഒരു വണ്ടി കാണിച്ചു തന്ന് കച്ചവടം ഇരിക്കുന്നത് എടുത്തോളാൻ പറയുള്ളൂ. അപ്പോൾ ആ പുള്ളിക്കാരൊക്കെ നല്ല മനുഷ്യനായതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് ഇത് വെള്ളം കയറിയ വണ്ടിയാണ്. ദൈവത്തിനറിയാം ഇവിടെയൊക്കെ എന്നാ സംഭവിക്കുന്നതെന്ന്. ഇതിലൊക്കെ നമുക്ക് പോകാട്ടോ. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. നമുക്ക് അടുത്ത വണ്ടി നോക്കാൻ വേണ്ടി പോകാം. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയുടെ ഔട്ടറിലാണ്. ഇനി നമുക്ക് ഇന്നറിലേക്ക് പോകാമെന്നാണ്. അപ്പം ഇതേപോലെ തന്നെ നല്ല വണ്ടി കിട്ടണേ അത്യാവശ്യം പൈസ കൊടുക്കണം. ലിവിനെ ഒരു കാര്യം മനസ്സിലാക്കി കേട്ടോ. അത്യാവശ്യം നല്ല വണ്ടി കിട്ടണേ അത്യാവശ്യം പൈസ കൊടുക്കണേ. മനസ്സിലായി? പൈസ മാത്രം പോരെ. ബന്ധങ്ങളാണ് ഇതിൻ്റെ അകത്ത് മൊത്തം. ബന്ധം മാത്രമല്ല അത്യാവശ്യം പൈസ കൊടുത്താലേ നല്ല വണ്ടി കിട്ടും. ഇല്ല ഇതേപോലെ തന്നെ ഇവിടുന്ന് എത്ര കുറച്ച് മേടിക്കുന്ന അതിന് 2 ഇരട്ടി മെക്കാനിക്കിന് കൊടുക്കേണ്ടി വരും. ഇതിപ്പം പറഞ്ഞാൽ 12,75,000 രൂപ വണ്ടിയത്. ഇവർ 14 ലക്ഷം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മൂഡ് പോയി. PY വണ്ടിയാണ് ഇവിടെ വിൽക്കാട്ടാക്കുന്നത്. ഇനി എത്ര ആസ്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു നോക്കണം. ഗ്ലോസ്റ്റർ ഇതും പനോരമിക് സൺറൂഫ് അങ്ങനെ A to Z എല്ലാം ഉള്ള ഒരു അടിപൊളി മോഡലാണ്. കണ്ടോ ഫുൾ മെമ്മറി ഫങ്ഷൻ. അവിടെ ക്യാമറയ്ക്ക് ഉണ്ട് കേട്ടോ ഫുൾ മെമ്മറി ഫങ്ഷൻ. അത് അടിപൊളി ഒരു വണ്ടിയാണ് ഈ വണ്ടി. ഇതിൻ്റെ പ്രശ്നം ഇത് ഫുൾ വെന്റിലേറ്റഡ് സീറ്റ് കേട്ടോ. ഗൈസ് നോക്കൂ, സ്വന്തം കയ്യിലെ കാശ് മുടക്കി നിങ്ങൾ വണ്ടി എടുക്കുമ്പം 1000 തവണ ചിന്തിക്കുക. നിങ്ങൾക്ക് കിളിക്കൂട് പണിയാനോ കോഴിക്കൂട് പണിയാനോ ഒന്നും അല്ല നിങ്ങൾ വണ്ടി മേടിക്കുന്നത്. അപ്പം ആ വണ്ടികൾ ശ്രദ്ധിച്ചെടുക്കുക. ഡൽഹിയുടെ ഔട്ടറിൽ പോയിട്ട് ഡൽഹി ആയിക്കോട്ടെ ഡൽഹിയുടെ ഔട്ടർ ആയിക്കോട്ടെ വണ്ടി എടുക്കാൻ ശ്രദ്ധിച്ചെടുക്കുക, പെടരുത്. അതേപോലെ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ വണ്ടി കമ്പനി ഹിസ്റ്ററിയെക്കാളും തപ്പുന്ന മുന്നേ ഇതിൻ്റെ മുന്നേ ഇത് ഇൻഷുറൻസ് ഇല്ലേ, ഇൻഷുറൻസ് ഇത് ചിലപ്പോൾ ഒന്നാമത്തെ എടുത്ത വേറെ ഇതായിരിക്കും, രണ്ടാമത്തെ എടുത്ത വേറെ. ഇത് ഞാനിവിടെ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ പറയുന്നത്. വേറെ വേറെ കമ്പനി പേരിലുള്ള കമ്പനികളുടെ ആക്കി എടുത്തേക്കുന്നത്. അന്നിപ്പം ആ കമ്പനിയുടെ എല്ലാത്തിൻ്റെ ഹിസ്റ്ററി തപ്പിക്കഴിഞ്ഞാൽ ഇത് വെള്ളം കയറിയോ അല്ലെന്ന് കൂടുതലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അല്ലാതെ വണ്ടി കമ്പനി ഹിസ്റ്ററി പോയി തപ്പിയിട്ടുണ്ടെങ്കിൽ കാര്യം കിട്ടൂല. ഇത് പുറത്തു നിന്നാക്കി ഒരു സെറ്റിൽമെൻറ്റ് ചെയ്യുക. ഈ വര കിടന്ന് പോകരുന്ന് മാനസികമായിട്ട് ഇല്ലാതായി പോകും. ഏത് അല്ല കറുപ്പ് ആണോ ഇവിടെ അറിയാന്നാ? ആ എല്ലാം ചേട്ടാണോ കേട്ടോ ഇവിടെ ചെണ്ട ചെണ്ട. ഞങ്ങൾ പോകുകയാണേ. ഞങ്ങളുള്ള ജീവനം കൊണ്ട് രക്ഷപ്പെട്ടെ. ഇല്ല ഇനിയിപ്പം ഞങ്ങളെ ഇവന്മാര് ചെളി മുക്കി വിൽക്കും. നമ്മളുള്ള ജീവനം കൊണ്ട് രക്ഷപ്പെടാം. അല്ല നമ്മളിപ്പം ചെളിയിൽ ഇട്ട് വിൽക്കും അല്ലേ? എന്നാ തുമ്പി കണ്ടത്? ഒരെണ്ണം ഗുണമുള്ളത് മോട്ടോഴ്സ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടത് ആണോ? ജഡായ ഇങ്ങനത്തെ വണ്ടി മാത്രം. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, ഈ സെയിം വണ്ടിയില്ലേ കരോൾ ബാഗിലെ 1-2 ഡീലർമാര് വിൽക്കാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി വണ്ടിയാ, സർവീസ് റെക്കോർഡാ, 39,000 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. സർവീസ് റെക്കോർഡൊക്കെ കാണും, പക്ഷെ വണ്ടി നല്ല ഷേപ്പ് ആയിരിക്കും കാണാൻ. ഫോട്ടോ ഒരു ഭയങ്കര ഭംഗിയായിരുന്നു. ഫോട്ടോ നല്ല ഭംഗിയായിരുന്നു. ഡാഷ്ബോർഡും സെൻട്രൽ കൺസോളും ഇല്ല വണ്ടിക്ക്. കാണുമ്പോ ഫോട്ടോ കാണുമ്പോ ഭയങ്കര ഷേപ്പാണ് പറയാം എല്ലാ വണ്ടിക്കും. എനിക്കിത് കണ്ടിട്ട് എന്റെ വയറ് ഈ ലിസ്റ്റില്ലേ ഇങ്ങനെ ഒരാൾ കൊടുത്തതാ. അപ്പൊ ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു പോവണ്ട, ദൂരം പോയിട്ട് കാര്യമില്ല, രാവിലെ സമയം നഷ്ടമാ. ഞാൻ ഇന്നലെ കിടക്കാൻ നേരത്ത് പറഞ്ഞു, ഈ എല്ലാരും പറയും നേരിട്ട് അനുഭവിച്ചറിഞ്ഞാൽ അതിന്റെ സുഖം അറിയുള്ളൂ എന്ന് പറഞ്ഞ് രാവിലെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി അത് 5-6 ഇത് കലങ്ങിയ വണ്ടിയാന്നുള്ളത്? സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അതിന്റെ എഞ്ചിൻ റൂം ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വിറച്ചെടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ എല്ലാ ഡാഷ്ബോർഡ് അടക്കം എല്ലാം ഊരി ഇട്ടാക്കുവേ പെട്ടെന്ന് പണിയാൻ വേണ്ടി. കൺസോളൊക്കെ കിടന്ന് ഇളകുന്ന കണ്ടില്ലേ, ഫുള്ള് ഒരു കോട്ട് ഇതടിച്ചേക്കുക കൺസോളിലൊക്കെ ഫെയ്ഡായിട്ട്. ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഒരു വെള്ള വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചാ വെള്ള വണ്ടിയാണ്. ഗൈസ് ഫൈനലി ഞങ്ങൾ എന്തായാലും നേരെ പോവാണ് അടുത്ത സ്ഥലത്തോട്ട്. നിങ്ങൾ കണ്ടെത്താണോ? കഴിക്കണ്ടേ? നമുക്കെല്ലാം കഴിക്കാം. നല്ല സ്ഥലമാണ് ചേട്ടാ. ഇന്നലെ ഞങ്ങൾ നല്ല ടിക്ക് കഴിച്ചു കേട്ടോ. ചേട്ടാ മാക്ക് നടത്തി സൂപ്പർ സാധനമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു ആ യശോമിന്റെ സൈഡിൽ വേറെ അതായത് ഇവിടെയൊക്കെ നമ്മൾ അതിനെ റീകണ്ടീഷൻ ചെയ്ത് കൊടുക്കുന്നത്. ചേട്ടാ നമുക്ക് കുറച്ച് EV വണ്ടി പോയി നോക്കിയാലോ? രസത്തിന് പോയി നോക്കിയല്ലോ തുമ്പി? എവിടെയാ ലൊക്കേഷൻ? ബാറ്ററി പോകാത്താണ് ഒന്ന് നമുക്ക് എടുക്കാം. അവര് റീകണ്ടീഷൻ ചെയ്ത് തരും. അല്ല വണ്ടി കിട്ടുമോ? ഇലക്ട്രിക് വണ്ടി അമ്മ പറയുന്നുണ്ട്.
വിൽക്കാനുണ്ടോ? അമ്മ ഇലക്ട്രിക് വണ്ടിയാണ് ചെയ്യുന്നത് ബ്രോ. റീകണ്ടീഷൻ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. എത്ര രൂപയ്ക്ക് കിട്ടും നമുക്ക് വണ്ടി? നോക്കട്ടെ, ലൊക്കേഷൻ ആദ്യം നോക്കട്ടെ. ഇവിടെ തന്നെയാ പോകുന്ന വഴിക്ക് എന്തുവാ? ഓക്കെ ചുമ്മാ കയറി കാണണം. ഗൈസ്, നമ്മളങ്ങനെ ഡൽഹിയുടെ ഔട്ടറിൽ നിന്നും നേരെ നമ്മളങ്ങനെ ഹൈവേ കയറാൻ വേണ്ടി പോവാണ്. ഹൈവേയിലൂടെ നമ്മൾ നേരെ പോകുന്നത് ഡൽഹിയുടെ ഇന്നറിലേക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ സൗണ്ട് വന്നു കഴിഞ്ഞാൽ പല്ലിനൊരു തരിതിരിപ്പ് ഉണ്ടോ? ഗൈസ്, എനിക്കുണ്ട് കേട്ടോ, ഭയങ്കര തരിതിരിപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്രോക്സിമേറ്റ് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് തുമ്പി? നമുക്ക് ഏകദേശം 35-40 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ പോകുന്ന വഴിക്കാണ്. യെസ് ഗൈസ്, നോക്കൂ, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കയറുന്നുണ്ട്. അതിന് ശേഷം നമ്മളൊരു വണ്ടി നോക്കിയിട്ടുണ്ട്. ആ വണ്ടി കാണാൻ വേണ്ടി പോവാണ്. അത് കണ്ട് ഇഷ്ടപ്പെട്ട ഇന്ന് അഡ്വാൻസ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ പോകും, അടുത്ത പരിപാടിക്ക് പോകും. അപ്പോൾ രാഹുൽ വരുമോ? ഇന്ന് രാവിലെ സിസ്റ്ററിന്റെ മകളുടെ കല്യാണമാണ്. അല്ല, ഇന്ന് വരുമോ പുള്ളി? വരും. 4 മണി വരെ കാണുള്ളൂ. ഗൈസ്, 4 മണി. കറക്റ്റ് ഡ്യൂട്ടിയാണ് ഗൈസ്. അപ്പം നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. അപ്പം നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. ഗൈസ്, നോക്കൂ, ഫൈനൽ നമ്മൾ പെട്രോൾ അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ നമ്മളോട് 500 രൂപയ്ക്കാണെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. 1000 രൂപയ്ക്ക്? അല്ല, 500. 500 എന്ന് വെച്ചാൽ 500. നമ്മളോട് പറഞ്ഞു 500 രൂപയ്ക്ക് മതി, പക്ഷെ ഇച്ചിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അവൻ തരൂല. ഇത് എവിടുത്തെ മനുഷ്യത്വമാണ്. കുറച്ച് കൂടുതലൊക്കെ അടിച്ചോട്ടെ ഇവർക്ക്. 5 ലിറ്റർ കിട്ടും കേട്ടോ, 5 ലിറ്റർ 28. അവന്റെ മുതലാളി മനുഷ്യത്വം കിട്ടും. ഗൈസ്, നോക്കൂ, ഹായ്. ഈ സ്കാനർ കൊണ്ട് നിങ്ങളെല്ലാം പൈസ അയച്ചോട്ടോ. आपका बनाएगा? आपका नाम क्या है? रजत। घर किधर है? रजत चौहान। एक बोतल में 1 लीटर दिएगा एक्स्ट्रा। आपका फेस यूट्यूब में आएगा ना? कौन सा चैनल है आपका? ചാനലിലെ ബെഡിയ ചാനല് देखा नहीं है? നമ്മളെ കുറിച്ചൊന്നും പുറത്തൊന്നും ചോദിച്ചു പോവിടുന്നു. എടാ താനല്ലേ കൊല്ലാൻ വേണ്ടി നിർത്തണം. പോ ഈ വിളിച്ചു. ടാറ്റാ ടാറ്റാ. हेलो गाइस, फाइनली पाव भैया ഇന്നൊരു വണ്ടി കാണണം ചേട്ടാ എന്തായാലും. मैं इधर द्वारका पे ही है, मैं इधर से निकल के आ रही है. ഫുൾ കാര്യമായിട്ട് കിടക്കും കേട്ടോ ചേട്ടാ. ആ ഡൽഹിയിലെ പ്രശ്നത്തോടു കൂടിയേ മൊത്തത്തിൽ ഒരു ഇടിവാൻ തോന്നുന്നു. ഇതല്ലേ ചേട്ടാ ഇവിടുന്ന് വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന വണ്ടികൾ ചേട്ടാ? അല്ലേ ഭരത്? ഇതല്ലേ ഗൈസ്? ഇതാണ് ഇവിടുന്ന് വണ്ടികൾ നമ്മുടെ നാട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്ന ട്രക്കുകൾ കേട്ടോ. നോക്കൂ, ഇത്രയും നല്ല ജലം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നോക്കിയേ, എത്ര ശുദ്ധമായ, ഒരു തുള്ളി മണം പോലും. ഇവിടുത്തെ വെള്ളം എടുത്ത് സ്പ്രേ ആയിട്ട് വേണം അടിക്കാൻ കേട്ടോ. അത് തരുന്ന ഒരു വാസന, അത് നിങ്ങൾ ജീവിതത്തിൽ മറക്കുകയല്ല. നിങ്ങളുടെ പങ്കാളി ജീവിതത്തിൽ അത് ഓർത്തിരിക്കും ഇതിന്റെ വാസന. ഒരു ചെറിയ കുപ്പി മേടിച്ച് ദേഹത്തടിച്ചാൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. ഇങ്ങനെ ഒരു കവലപ്പുണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവൻ ഇത്ര മണമുള്ള ഒരു സാധനം. എൻ്റെ പൊന്നെ നോക്കിയേ, ഇത് എന്നതാ ഇത്? തുമ്പ ഇന്ന് എവിടെയെങ്കിലും കൊണ്ടേ നമ്മൾ ഇന്ന് ഉരയ്ക്കുമെന്നാ തോന്നുന്നു കേട്ടോ. ഇന്ന് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഉരയ്ക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. പുറകിരിക്കുന്ന മുതലിനെ ഒന്ന് കാണിച്ചേ. ഇത് നോക്കിയേ, എന്റെ കർത്താവിഷം വിഷയായി. എനിക്കൊന്ന് ഡൽഹിയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന ഗ്ലാസ് കേട്ടിട്ടെ. രാവിലെ തന്നെ തല ഇറങ്ങുന്നത്. എന്ത് നല്ല മഴ. ജോൺസീനൊക്കെ ഇങ്ങനെ കാണിക്കുന്നവരെ. ഗൈസ്, നമുക്ക് വണ്ടി കാണാൻ വേണ്ടി പോകുന്ന കേട്ടോ. അവിടുന്ന് ഒരു കുറച്ച് ദൂരം പോകണ്ട. അതെ, നമ്മള് മറ്റേ ഇങ്ങനെ പറഞ്ഞ മറ്റേ അത് തന്നെ റീഫർബിഷ്ഡ് ഇലക്ട്രിക്കൽ കാർ കാണാൻ വേണ്ടി നമ്മൾ ഇതിലെ പോകുന്നു. ഫൈനലി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇവിടെ ഇലക്ട്രിക്കൽ, അതായത് ഈ നാനോ, പിന്നെ ഈ സെട്രോൺ, പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ കാറുകൾ വിൽക്കുന്നതും മെക്കാനിക് ചെയ്യുന്നതുമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളൊരു ചെറുകാർ മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ കിട്ടുവാണെന്ന് പറഞ്ഞാൽ എടുക്കാമല്ലോ എന്നുള്ള പരിപാടിയാണ്. എൻ്റെ ഒളി ക്യാമറ ഇടട്ടെ. എന്നാ ചേട്ടാ, ആളുണ്ടോ? ആളില്ലേ? ദൂരം വണ്ടി നോക്കി ഇതേപോലെ മാറ്റാൻ വേണ്ടിയിട്ടാക്കുന്നത്. ആളില്ല. ഇന്നെന്നാ അവധി? ഇത് ഫുൾ പൂട്ടിയിട്ടാക്കുക. ഇവിടെ 1.5 ലക്ഷം രൂപയ്ക്ക് ഇലക്ട്രിക്കൽ കാർ കിട്ടുമായിരുന്നു കേട്ടോ. അത് നോക്കാൻ വേണ്ടി വന്ന, വീട്ടിലേക്ക് ഒരെണ്ണം മേടിക്കാൻ വേണ്ടി. നാനോ കിട്ടും. നാനോ നിയോ. ഇത് TS തെലുങ്കാന വണ്ടിയാടോ. തെലുങ്കാന നാനോ TS ഇലക്ട്രിക്കൽ. ഇത് ഓട്ടോമാറ്റിക്. ഇത് കൂടെ മതിയില്ലേ? അതുപോലെ ഇത് ഇങ്ങനെ കട്ടക്കോട്ടോ, കിലോമീറ്റർ നീളത്തിൽ. ഇത് ഫുള്ള് കൃഷിപ്പാടം കേട്ടോ. അതായത് കർഷകർ നെല്ല് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. വാവ്, വാട്ട് എ നൈസ്. എന്താ സെറ്റപ്പ് എന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി. എന്നാ കേട്ടോ പറഞ്ഞേ? ഇല്ല, ഇതൊക്കെ ഫുൾ അത് തന്നെ. DL ഇതൊക്കെ ഇലക്ട്രിക്കലാണ്. പണ്ട് മഹീന്ദ്രയുടെ ഇലക്ട്രിക്കൽ ഇറങ്ങി തുറക്കുന്നുണ്ടോ? ഇത്ര സാധനം അത് തന്നെ.
ഇത് റിപ്പയറിങ്ങിന് വന്നതുകൊണ്ട് സെയിലിൻ്റെ സാധനം ഉണ്ട് കേട്ടോ ഇവിടെ. ടിയാഗോ ടിഗർ EV നോക്കി അങ്ങോട്ട് കിടക്കുന്നു നോക്കിയാൽ ഇറങ്ങി മതി ഇവിടെ വന്നു. അത് തന്നെ ഗൈസ്. എന്ത് രസമോടെ കാണാൻ വേണ്ടി, എന്ത് രസം ഗൈസ്. നമുക്കേ എന്നാ നോക്കട്ടെ, ഞാനേ രണ്ടുപേരും ഇതുപോലെ ഇലക്ട്രിക്കൽ കാർ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർക്ക് 2 വണ്ടി നോക്കാൻ വേണ്ടി വന്നു. എനിക്ക് പറഞ്ഞ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആളില്ല. നമുക്ക് മറ്റേ വണ്ടി കാണണ്ടേ? ഏത് ആ വണ്ടി ഇപ്പോൾ പോയി കാണണം. ഡൽഹിയുടെ ആ ഒരു ഫ്ലൈ ഓവർ നോക്കിയാൽ 3-4 ഇങ്ങനെ പടപടാന്ന് നിൽക്കുന്നത്. എന്ത് രസം അത് കാണാൻ വേണ്ടി. വളരെ വളരെ മനോഹരമായിരിക്കുന്നു ഗൈസ്. ഫൈനലി നമ്മളങ്ങനെ നേരെ ഫ്രണ്ടിലേക്ക് ടൗണിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് വലിയ ദൂരമില്ല. നമ്മൾ 2-3 വണ്ടി ഇത് കാണുന്നുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഗൈസ്, ഇതാണോ മറ്റേ മുംബൈ ഡൽഹി എക്സ്പ്രസ് വേ? അല്ല, എയർപോർട്ടിൽ നിന്ന് ചണ്ഡീഗഡിലോട്ടുള്ള എക്സ്പ്രസ് വേ. ഇവിടുന്ന് ഈ റോഡ് കണക്ട് ചെയ്തതും അങ്ങോട്ടാ, ജയ്പൂർ മുംബൈ. നമ്മളിപ്പോൾ ഒരു 6 കിലോമീറ്റർ നീളത്തിൽ നിൽക്കുന്ന ഒരു ടണലിലേക്ക് ഇപ്പം കയറും. ആ ടണലിൻ്റെ പ്രത്യേകം ചില മേളിൽ കൂടെ ട്രെയിൻ പോകും. നിങ്ങൾ കാണുന്നുണ്ടോ? മേളിൽ കൂടെ ട്രെയിൻ ഉരുണ്ട് പോകുന്നത്. ഇത് കണ്ടോ? ഇതിൽ ട്രെയിൻ പോകുന്നുണ്ടോ? ഈ ട്രെയിൻ പോകും. പിന്നെ അതേപോലെ തന്നെ അടിയിൽ കൂടെ നമ്മുടെ വണ്ടി പോകും. പിന്നെ കുറച്ച് അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ റൺവേ, അതായത് ഇന്ദിരാഗാന്ധി ഇതിൻ്റെ റൺവേ അടുത്താണ്. പിന്നെ ഇതേപോലെ പോലീസുകാരുണ്ടാവും, അവർ പിടിക്കാൻ നിൽക്കും. അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ആളുകളും ഇവിടെ ഉണ്ടാവും. ഇല്ല, ടണൽ കഴിഞ്ഞ് കാണാൻ പറ്റും. ഞാൻ കണ്ടാ വരുന്ന വഴിക്ക് ഫ്ലൈറ്റ് പറക്കുന്ന കാണാം. ഇറങ്ങിക്കഴിഞ്ഞ് ഗൈസ്, ഇത് ഹൈറ്റ് വെയിറ്റ് അങ്ങനെയുള്ളതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഗുഹയാണ്. ഓ, ഇത് കുറേ ടണലുണ്ടോ ചേട്ടാ? ഭിത്തി ഉണ്ട്. അതാ 1, 2, 3, 4 ഭിത്തി. ആ, ഇതോ? ഇത് ടണലിലേക്ക്, ഈ 2 ടണലിലേക്ക്, മറ്റേത് മുകളിലേക്കുള്ള സാധാരണ. ഓക്കെ ഗൈസ്, നോക്കൂ. അപ്പം നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇനി ഒരു 6 കിലോമീറ്റർ ഇതേപോലെയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഒരു റൺവേ വരും. ഒരു റൺവേ, അതായത് ഇന്ദിരാഗാന്ധിയുടെ ഒരു റൺവേ. അതുണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവം. ലോകത്തിൽ എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഇന്ത്യയിലും UK മാത്രമേ ഉള്ളൂ മറ്റേ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ ഫ്ലൈറ്റ് ടാക്സി ചെയ്യാന്നല്ല കേട്ടോ അതിന് പറയാ. ടാക്സി ചെയ്യുന്ന സ്ഥലം അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഫൈനലി നമ്മളങ്ങനെ NHAI ആണോ? ഏഷ്യൻ ഹൈവേ അല്ല, NHAI. നാഷണൽ ഹൈവേ. എവിടെയാ വന്നേക്കുന്നത്? എന്നല്ലേ ആദ്യം വന്നേ. അപ്പം നമ്മൾ അതിലെ നേരെ കിലോമീറ്ററുകളോളം നീളത്തിൽ നമ്മളൊരു 6 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ സമയത്ത് ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം. ഇതൊരു ചെറിയ അരപ്പിരി ഉള്ളവനാട്ടോ ആ സിറ്റിക്കാരൻ, ശ്രദ്ധിക്കണേ. ഭയങ്കര അരപ്പിരി അവന്. ഇതാട്ടോ ഇന്ദിരാഗാന്ധിയുടെ റൺവേ. ഫ്ലൈറ്റ് പറക്കുന്നതിവിടെ കറക്റ്റ് കാണാം. ഫ്ലൈറ്റ് പറക്കുന്നത് ഇന്നലെ ചെക്കിങ് ആയിരിക്കും. ഇറങ്ങി വരുന്നുണ്ട്. ശരിക്കും നിരന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട കേട്ടോ. ഓ, ഫുൾ ചെക്കിങ്. പിടിച്ചാ നമുക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. ഏത് വസ്തു ഫൈൻ അടിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ഫൈനാ. ഞാൻ ഡൽഹിയിൽ വണ്ടിയും കൊണ്ട് വരൂല കേട്ടോ. ഞാൻ വെറുപ്പാ ഈ ഏരിയ. കാരണം അടിച്ച് നമ്മുടെ ട്രൗസർ ഒരു കീറി കൈ തരും. ഇതിൻ്റെ അപ്പുറം കേട്ടോ റൺവേ. ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. തുമ്പി ഞാൻ ഇറങ്ങട്ടെ? തുമ്പി എന്നെ പിടിച്ചോണ്ട് പോവോ? അറിയത്തില്ല കേട്ടോ. ഞാനൊന്ന് ഇറങ്ങട്ടെ. ഞാൻ 5 മിനിറ്റ് വണ്ടി നിർത്തി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൻ്റെ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആഹാ, എന്തോരം ഫ്ലൈറ്റാന്ന് നോക്കിയേ. ഇത് ഡൊമസ്റ്റിക് ഇൻ്റർനാഷണലും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലാകത്തില്ല. ഇങ്ങനെ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾ ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതേ കിടക്കുന്നു ഓരോന്നായിട്ട്. ഇതേ ഓരോ ഫ്ലൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാം. ഉയ്യോ, ഏതോ വലിയ ഫ്ലൈറ്റൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ? ദൂരെ ഫ്ലൈറ്റ്. ഇത് പ്രൈവറ്റ് ജെറ്റിൻ്റെ ടെർമിനലാണ് കേട്ടോ. അതാ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പലതരത്തിലുള്ള ഫ്ലൈറ്റുകൾ പല രീതിയിൽ പറക്കുന്നതും പൊങ്ങുന്നതും താഴ്ന്നു നോക്കിയതാ. ഇങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഒരെണ്ണം ഇപ്പോൾ ഇല്ല, പൊങ്ങുന്നതും താഴ്ന്നു ഇല്ല കേട്ടോ. വാട്ട് ഈസ് ദിസ് ഗൈസ്? ഹൗ ഞാൻ ഇന്ദിരാഗാന്ധിയുടെ റൺവേ കണ്ടപ്പോൾ നിർത്തിയതാണ്. എന്തോരോ വണ്ടി, എന്തോ തിരക്കുന്നു നോക്കിയേ. നമുക്ക് നേരെ പോവാം കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം പൊങ്ങുന്നതും താഴ്ന്നും കാണുന്നത്. ഓരോ 5 മിനിറ്റിലും പൊങ്ങുവും താഴുമൊക്കെ ചെയ്യുന്നതായിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ, അറിയത്തില്ല. കയറി പോവുക കേട്ടോ. പോവാ. എന്തിയെ? ലാൻഡാണോ ടേക്ക് ഓഫ് ആണോ? പോയപ്പോൾ വന്നടോ, കണ്ടോടോ, എത്ര താന്നാടോ പോകുന്നേ. എത്ര താന്ന് വരുന്നേ? അവിടെ ലാൻഡിങ് ആയിരുന്നു. ചേട്ടാ, ആ കിളവൻ എന്നോട് പറഞ്ഞു അവിടെ പറ്റത്തില്ല, നിർത്തിക്കേ. എന്തിയെ? അതാ പോകുന്നു. ഇതേ പോകുന്നു. ഏതാ ചേട്ടാ? എയർ ഏഷ്യ? ഇൻഡിഗോ. ഇതേ പോകുന്നു എയർപോർട്ട്. ഇത് അടുത്ത ടെർമിനലല്ലേ? ഇന്റർനാഷണൽ ആണെന്ന് തോന്നല്ലേ? ഇത് 1 പോകുന്ന പോക്ക് നോക്കിയേ. ഇതേ ഡൽഹിയിലേക്ക് നമ്മൾ പോവുകയാണ്. തിരക്ക് നോക്കിയേ.
ഓ ഇത് ടെർമിനൽ 1 ടെർമിനൽ 2 ആണ്. ഇത് വലിയ എയർപോർട്ടാണല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട്, ലോകത്തിലെ 10ാമത്തെ ഏറ്റവും വലിയ എയർപോർട്ടിൽ ഒരു എയർപോർട്ടാണല്ലോ ഈ ഒരു എയർപോർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സംഭവത്തിൽ ഇത്ര തിരക്ക് കേട്ടോ. ഫൈനലി ഇതാണ് ഇപ്പം ഡൽഹിനെ തണുപ്പിക്കാൻ വേണ്ടി അന്തരീക്ഷത്തിന്റെ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, പൊല്യൂഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ചൈനയിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്, ഇന്ത്യയിലും ഇത് കാണുന്നു. ചൈനയിൽ നമ്മൾ യാത്ര സെയിം സംഭവം കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോ, ഞാൻ ആദ്യമായിട്ടോ നേരിട്ട് ഇത്രയും വലിയ വീല് കാണുന്നത്. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാ വലിയ വീലാന്ന് നോക്കിയേ, എന്റെ പൊന്നെ. പക്ഷെ അത് റിസ്കാ, സാധനം റിസ്കാ. വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല, ശ്രദ്ധിച്ചോ, വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. സാധനം നല്ലൊരു കുഴി ചാടി കഴിഞ്ഞാൽ മൂക്കും കുത്തി താഴെ കിടക്കും. അതുകൊണ്ടല്ലേ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ഓടുന്നേ. ഇന്നത്തെ പരിപാടി ഒന്നും നടന്നില്ല, ഞങ്ങൾ ഈ സ്ട്രീറ്റിലെ ആളായി. വെള്ളം കയറിയ വണ്ടിയാണ്. അതെ, ഇതുണ്ടോ, ഞങ്ങൾ ഇങ്ങനെ ഈ കച്ചവട സ്ഥാനത്ത് ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഉണ്ടോ എൻ്റെ പറ എത്രയാ? 2.26 6 സ്പീഡ് ഓട്ടോമാറ്റിക്. ഇന്നൊരു പരിപാടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇന്ന് മൊത്തം ഇത് തന്നെ ആയിരിക്കും കേട്ടോ. ഇന്നത്തെ പരിപാടി എല്ലാം പാളി. ഇനിയിപ്പോൾ എന്താവും അറിയില്ല. തുമ്പിക്ക് തലവേണ്ട, തുമ്പി കിടക്കുക, തുമ്പിനെ ഇനിയും ഉണർത്തണം. തുമ്പി തലവേദന കഴിഞ്ഞ് എണീറ്റിരിക്കുകയാണ്. തുമ്പിക്ക് ഇപ്പം നമ്മളൊരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെല്ലാവർക്കും ഒരു തലവേദനയായി മാറണം, നിങ്ങൾക്കും തലവേദനയായി മാറണം, അങ്ങനെ ഒരു മണഗുണാങ്കന്മാരായി മാറണം. കഴിച്ച് നോക്കും. ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് എങ്ങോട്ടൊക്കെ പോകും എനിക്കറിയത്തില്ല കേട്ടോ. ഫുള്ള് ഹോണടിയാണ്, ഹോണടിയോട് ഹോണടി, ഒരു രക്ഷയില്ലാത്ത ഹോണടിയാണ്. അങ്ങോട്ട് പോകുന്നത് ചേട്ടാ. അവന്മാരെ കിച്ചൺ ഇവിടം വരെ ഉണ്ട് കേട്ടോ. അവന്മാരുടെ കിച്ചൺ അതെ അതിന്റെ ബാക്കിയായി കാണുന്ന ഇതാ. അതെ, 2 ലക്ഷം രൂപയുടെ കച്ചവടം. തുമ്പി എലിയ ഫുള്ള്. എന്നിട്ട് 2 ലക്ഷം രൂപയുടെ കച്ചവടം. നമ്മുടെ നാട്ടിലെങ്ങാനും അങ്ങനെ കച്ചവടം ചെയ്തോണ്ടല്ലോ, പിറ്റേ ദിവസം കോർപ്പറേഷൻ വരും, പൂട്ടിക്കും, മൊത്തം പ്രശ്നമാവും. പറയണ്ട. എന്റെ ബിരിയാണി കച്ചവടക്കാരൻ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അവിടുന്ന് ബിരിയാണി കഴിക്കുന്നത്. ഈ ഒരു പട്ടീനെ കാണിക്കുന്ന നോക്കി, മെക്കാനിക്കുമാരാട്ടോ ഇവിടുത്തെ മെക്കാനിക്കുമാരാ. നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്തോണ്ട്, ആർമിയുടെ വണ്ടിയാ. സംഭവം കംപ്ലൈൻറ്റാ, എന്താ പറ്റിയതാട്ടോ. നമ്മൾ നേരെ വണ്ടി എടുത്തോണ്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. സംഭവം വേറെ ഒന്നുമല്ല, അവിടെ ഇവർക്ക് എന്തോ വേറെ വണ്ടിയുടെ എന്തോ പാർട്സോ സാധനം മേടിക്കാണ്ട്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് മേടിക്കാം. ഇത് ഇവിടുത്തെ കോമൺ വണ്ടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇന്നോവ, ഫോർച്യൂണർ പോലെയാണ് ഇവിടെ സ്കോർപിയോ അല്ലേ തുമ്പി? നമ്മുടെ നാട്ടിൽ ഇന്നോവയാണോ ഫോർച്യൂണറാണോ ഇത്? ഇന്നോവ. നമ്മുടെ നാട്ടിൽ ഇന്നോവയാണ്, ഇവിടെ സ്കോർപിയോ എന്ന് പറയുന്നത്. ഒരിക്കലും മഹീന്ദ്രയ്ക്ക് തിരിഞ്ഞു നോക്കണ്ട. അതെ അതെ അതിനാ ചളിക്കാത്താന്ന് പോവോ? ഗൈസ് നോക്കൂ, ഈ വണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതെ, ഒന്നാമതെ മൊത്തം പണി പാളിയിരിക്കുവാണ്. എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബുജി പാലികയിലാണ് നമ്മൾ പോകുന്നത്. പാലിക ഗൈസ്. ഇന്നത്തെ ഇതാ അടുത്ത ഫ്ലൈറ്റ് എത്രണ്ണോ വരുന്നത് എയർ ഇന്ത്യ കേട്ടോ. ഇതേ എൻ്റെ ദൈവം. അപ്പം ഇത് ഏത് ടെർമിനലാണോ ഇവിടെ നടക്കുന്നത്? പല പല ടെർമിനലുകളാണല്ലോ. നമ്മൾ അവിടുന്ന് 2 കണ്ടല്ലോ, ഇത് മൂന്നാമത്തെ. ഗൈസ് ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കിയാൽ ഫുള്ള് പൊല്യൂട്ടഡ് ആണ്. ഇതുണ്ടോ കറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഡൽഹി മൊത്തം വെള്ളം ഇങ്ങനെ മേലോട്ട് തളിച്ചുകൊണ്ടിരിക്കുക. അതെ, നമ്മൾ ചൈന ചെന്നപ്പോൾ അത് കണ്ടായിരുന്നു. ഇന്ന് കഴുകിയ വണ്ടിയാണ് ഞങ്ങൾ. അരക്കുപ്പി വെള്ളം കൊണ്ട് ഫ്രണ്ട് ഗ്ലാസ് മൊത്തം നശിച്ചു പോയി. ഗൈസ് ഞാനേ കയറുവാണ്. ലിവിനെ നീ ഒന്ന് തുമ്പിക്ക് പിടിച്ചു കൊടുക്കണേ. പിടിച്ചു കൊടുക്കണം വെച്ചാൽ ആ പിടിച്ചു കൊടുക്കലല്ല, തുമ്പിയുടെ തലയൊന്നും ഇതാക്കി കൊടുക്കണം. തുമ്പിക്ക് തലവേദനയാണ്. ഞാൻ ലിവിനോട് പറഞ്ഞു ഒന്ന് തുമ്പിക്ക് പിടിച്ചു കൊടുക്കണേന്ന്. അപ്പം ലിവി തെറ്റിദ്ധരിച്ചു. സോറി ഗൈസ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നേരെ പോവാം. അവൻ്റെ വിചാരം സിഗരറ്റ് വലിക്കുന്ന വലിയ സംഭവം ഇങ്ങനെ തന്നെ ഞാനും വിചാരിച്ചിരുന്നത്. മാണക്കുറ്റിയുടെ ഇത് പോവൂലേ ലെൻസ്, ഞാനിങ്ങനെയൊക്കെ വിചാരിച്ചത് വലിയ സംഭവം എന്നൊക്കെ. ഞാൻ ഒരു സംസാരം കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് സ്വന്തം ലെൻസ് പോകുമ്പോൾ പഠിക്കും. അതിന് അപ്പോളോ മദ്യം സിഗരറ്റിനും നമുക്ക് പറ്റൂല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗൈസ് ഇതൊക്കെ ഇവിടുത്തെ നൈറ്റ് സർവീസ് കൊടുക്കുന്ന വണ്ടിയാണ്. ഇത് നേപ്പാൾ നമ്പർ പ്ലേറ്റാ? അതെ അതെ. ഓ ഇതെല്ലാം നേപ്പാൾ സർവീസ് അല്ലേ? വെറുതെ അല്ല, നമ്മൾ കാണാത്ത ടൈപ്പ് ബസ് ബോഡി ബിൽഡിങ്. ഇവിടുന്ന് ഇപ്പൊ എങ്ങനെ കയറി പോവും? മറ്റേ UP കയറി പോവാ? സ്കാനിയ
ഏതൊക്കെ ടൈപ്പ് വണ്ടികളാന്ന് നോക്കിയാൽ നേപ്പാളിന്. ഇതേ സ്കാനിയ, ഇതൊക്കെ ഓടുന്നതിന്റെ ബാക്കി. ഇതൊക്കെ നേപ്പാൾ കേട്ടോ, കറുത്ത നമ്പർ പ്ലേറ്റ് സാധനമൊക്കെ. ഈ നേപ്പാൾ ബസ്സിന്റെ സീറ്റ് അടിപൊളിയായിരിക്കും, സെറ്റപ്പ് ആയിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ബസ്സിന് ഈ നെപ്പോളിയൻ എന്നോ അല്ല ഈ ബുൾജെറ്റ് എന്നൊന്നും എഴുതാൻ പറ്റത്തില്ല. ഇവിടെ ബസ്സിന് ഒരേ ഒരു പേരുള്ളൂ, ടൂറിസ്റ്റ്. അങ്ങനെ അല്ലാതെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുറ്റിക്കകത്ത് കയറ്റും. നമ്മുടെ നാട്ടിൽ വണ്ടികൾക്ക് പേരുകൾ എഴുതാം. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് സ്വാതന്ത്ര്യം. അതെ പിന്നല്ലേ കറിയില്ലേ. ഒരു സത്യം ഞാൻ പറയാം, തുമ്പി ഒരു പ്രശ്നമുണ്ട്. തുമ്പിക്ക് മൈഗ്രീൻ ഉള്ള ഒരു ആളാണ് തുമ്പി, അല്ലേ തുമ്പി? മൈഗ്രീൻ ഉള്ള പുള്ളിയാണ്. ശരിക്കും ഞങ്ങൾ അത് പറയാനല്ല വീഡിയോ എടുത്ത്, പുള്ളിക്കറിയാം. നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞു, ഞാനായിട്ട് പറയുന്നില്ല. ഞങ്ങളൊരു വലിയ ബ്ലോക്കിൽ കിടക്കുവാണ്. ഞങ്ങൾ ഇപ്പം പെയർ പാർട്സ് എടുക്കാൻ വേണ്ടി ഇപ്പം പറയാം, ഒരു വണ്ടിയായിട്ട് കാണാൻ പറ്റും. എന്നാ അല്ലേ ഇത്രയും നേരം നമ്മൾ അവിടെ വെറുതെ ഇരുന്നല്ലേ തുമ്പി? അപ്പൊ ഒരു വണ്ടിയും വന്നില്ല. അല്ല ഇപ്പോഴയാൾ വിളിച്ചിട്ട് ഫോൺ എടുത്ത്. അല്ല ആ വണ്ടി അപ്പൊ കാണണ്ടേ പേസ് പാർട്സ് കടക്കാരന്റെ ഇതിന് തുമ്പിയുടെ മുടിയൊക്കെ കടിച്ച് പറിച്ചെടുക്കണം. പേസ് പാർട്സ് കടക്കാരന്റെ അടുത്ത് 2 ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ പറഞ്ഞില്ലായിരുന്നു? ഉണ്ടായിരുന്നു. അത് എൻ്റെ ഉള്ളല്ലോ, അത് ഹെക്സ. വണ്ടി മെക്കാനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ആ സ്ഥലത്ത് വന്നാണ്. ഇവിടെ ഒരു സംഭവം കണ്ടു. ഡയറക്റ്റ് ഇവിടെ പെയിന്റ് അടിക്കുന്ന ഡയറക്റ്റ് എഞ്ചിനിൽ നിന്ന് പുള്ളിന്ന് സാധനം എടുത്തിട്ട് മോട്ടറാന്ന് തോന്നുന്നു. ഡയറക്റ്റ് ആണ് ഡയറക്റ്റ് എഞ്ചിൻ മേ कंप्रेसर वर्किंग है ചോദിച്ചു അങ്ങനെയാണോ? भैया ये कंप्रेसर कैसे काम कर रही है वही पूछ रहा हूं। कंप्रेसर कैसे काम कर रही है भैया? लो देखो तुम, वंडी न्यूट्रल है गाड़ी भी कंप्रेसर. माइलेज माइलेज കിട്ടൂല്ലോ അപ്പൊ? മണിക്കൂറായിരിക്കും. CNG है ना भाई? ये CNG है. कोई भी पेट्रोल और CNG कोई दोनों पे. एक आवर के कितना पेट्रोल चाहिए? ये तो पता नहीं है. അത്ഭുതം തന്നെ. പുതിയ ടെക്നിക്ക് പകലെ मैं देखेगा. ഫസ്റ്റ് ടൈം ദേഖേഗാ. अच्छा എന്റെ പൊന്നെ, दिल्ली में हर जगह है. പൂരാ ഏയ് दिल्ली में हर जगह है. ഓമിനി വാൻ. ആ ഓമിനി വാനിലാണ് ഈ പരിപാടി. അതായത് പെയിന്റിംഗ് സംഭവം. മേരെ പാസ് ഓമിനി है. ओमनी वो सिस्टम पहले मैं देखेगा. ഫസ്റ്റ് സിസ്റ്റം देखने കംപ്രസർ. നമ്മൾ വഴി തെറ്റിപ്പോ ഗൈസ്. നോക്കൂ 19 വണ്ടിയുണ്ട്. വണ്ടി കാണണ്ടേ? ഗൈസ് നോക്കൂ, പുള്ളി ഞങ്ങൾക്ക് വണ്ടി എടുത്ത് തരാൻ വേണ്ടി പിന്നെ ഇവിടെ പോവാന്നാ പറഞ്ഞത്. അതായത് ഹൈദരാബാദ് വണ്ടി കുത്തി തുറക്കാൻ പഠിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഞങ്ങൾക്ക് വണ്ടി മേടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വേലയ്ക്ക് കുത്തി തുറക്കണം പോലും. അത് സ്വന്തം നാട്ടുകാരനെ കണ്ടപ്പോൾ ഞങ്ങളെ അല്ലേ കാവാത്ത് മരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിട്ടടിക്കുക. പുള്ളി നല്ല വിലക്കെടുക്കുന്ന ആളാണ്. അല്ലല്ല, പുള്ളി വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്ന. ഗ്ലോബൽ ബൈറ്റ് കൊടുത്തില്ല വണ്ടി കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ഇപ്പോൾ ഒരു എൻഡവർ ഇതുവരെ കണ്ടില്ല. എന്നാണ് പറഞ്ഞാൽ കാണുന്നത്. അപ്പോൾ വിലയിലാവോ മോഡലാവോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുവാണ്. വണ്ടി കണ്ടാലോ വണ്ടിയുടെ കണ്ടീഷൻ. അതെ, വണ്ടി കണ്ടാലും അറിയാം. നോക്കണ്ട എലി കയറി ഇല്ല എന്നുള്ളതാണ്. അതെ, ഇവിടെ എലി കയറാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നമ്മുടെ എലി കയറാൻ സാധ്യത. അപ്പം ശ്രദ്ധിക്കണം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആള് വരാൻ വേണ്ടി നമ്മൾ നോക്കി നിൽക്കുക കേട്ടോ. നോക്കും, നമ്മൾ നേരെ ഫ്രണ്ടിൽ പോവാം കേട്ടോ. നേരത്തെ സ്ഥലത്ത് നമ്മൾ മാറി. ഇതാ വണ്ടി വന്നു, വൈറ്റ് കളർ 2016 സ്റ്റോക്ക് കമ്പനി. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കുന്നു. ഇതല്ലടാ, തുമ്പിയൊക്കെ വേറെ സൈഡിലേക്കാണ് പോയത്. എന്നെ കാണാൻ ഇതല്ലേ? ഇതേ എൻ്റെ അവിടെ കിടക്കുന്നു. ഏയ്, തുമ്പിയൊക്കെ എങ്ങോട്ട് പോയ? ഇതാ മാങ്ങത്തൊരു മൊത്തം പട്ടി. ഇവനെ നോക്കണേ, നീ കളിക്കുന്ന പോലെ അല്ല. പട്ടിക്കാനും കടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കുത്തിയോളിരുന്ന് കുത്തേണ്ട വരും. ഓ, ഇതെല്ലാം പാർക്കിങ്ങിനാണല്ലോ വണ്ടി. സൗണ്ട് ചെണ്ടയാ ജീപ്പിൻ്റെ അകത്ത് 4 സൗണ്ട്. ചാപ്പിട്ടടിയാ. ഗൈസ്, ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ നോക്കി. കലക്കൻ തല്ലിപ്പള്ളി 3 വണ്ടി കണ്ടു. വളരെ സന്തോഷം. ഇതിനും തല്ലിപ്പള്ളി വണ്ടി എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ട്രീറ്റ് വന്നിരിക്കുകയാണ്. ഒന്നിന് ടാപ്പറ്റടി, എന്നൊക്കെയായിരുന്നു ചേട്ടാ? ടാപ്പറ്റ് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. തുമ്പി ഒരെണ്ണത്തിന് ടാപ്പറ്റടി, ഒരെണ്ണത്തിന് എന്നായിരുന്നു തുമ്പി? ഞാനിങ്ങനെ ഒപ്പി എടുക്കട്ടെ. ഗൈസ്, ഇത് കണ്ടോ? ഇതെല്ലാം നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കിട്ടുന്ന ചിക്കൻ ടിക്ക അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഇവിടുന്ന് എവിടുന്നേലും വേണം നമുക്ക് കഴിക്കാൻ വേണ്ടി. അറിയില്ല, പുള്ളിനെ വിടണം.
ഗൈസ് നമുക്ക് എവിടുന്നേലും കഴിക്കണം കേട്ടോ ഗൈസ്. ഞങ്ങളെ ആവേശത്തിൽ കഴിച്ചു. സൂപ്പറായിരുന്നു, നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകാം കേട്ടോ. ഞാൻ ഒരു സാധനം നിങ്ങളെ കാണിച്ചു തരാം. അതിന് വേണ്ടിയാണ്. ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇതൊന്നും തിരക്കില്ല, അവിടെ മാത്രമേ തിരക്കുള്ളൂ. ഞാൻ വന്നേ നിങ്ങളെ ഈ സാധനം കാണിക്കാം കേട്ടോ. ഏതൊക്കെ ടൈപ്പ് മീനാന്ന് നോക്കിയേ. മീന്, ചിക്കൻ, മുട്ട, സ്ലൈസ്, ആട്. ഭയങ്കര ചീഞ്ഞമണം കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് നെയ്മീനൊക്കെ കണ്ടോ. ഇതേ നെയ്മീൻ. ഏതൊക്കെ ടൈപ്പ് മീനാ. പിന്നെ വാള അങ്ങനെ സാധനങ്ങളൊക്കെ ആയിട്ട്. ഇത് ഫുള്ള് അതെ കേട്ടോ, മാർക്കറ്റാ. ഭയങ്കര മണമാ, സഹിക്കാൻ പറ്റുമല്ലോ കേട്ടോ. മീൻ നോക്കിയേ, നെയ്മീനൊക്കെ ഉണ്ട് കേട്ടോ. നെയ്മീൻ, വാള, പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് ഡൽഹി തന്നെയാണോ അല്ല ഔട്ടറോ? രജോരികാട്. ഇവിടെ മീനൊക്കെ സുലഭമാണോ കേട്ടോ? പിന്നെ ഇവിടെ കാണുന്ന മീൻ എക്സ്പെൻസീവ് ആണോ? എന്താ പൊന്നെ. ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ടതെല്ലാം ദേശീയ വെടികളെയാണ്. അവിടെ നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കമ്പനി ഹിസ്റ്ററി അല്ല പോയി നോക്കണ്ടേ. അതെ, ആദ്യം ഇത് ഏതൊക്കെ ഇൻഷുറൻസ് എടുത്തു, ഏതൊക്കെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെന്ന് ഉള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഇപ്പം വന്നിരുന്ന കമ്പനി അത് ക്ലെയിം ചെയ്തിട്ടില്ല, ഇൻഷുറൻസിലെ ക്ലെയിം ചെയ്തിട്ടില്ല. അങ്ങനെ മനസ്സിലാവില്ല. ഒരിക്കലും നിങ്ങൾ വെറുതെ കുത്തുന്ന കലയും കൂടെ പോയിട്ട് അങ്ങനെയല്ല, ഇൻഷുറൻസും കൂടെ ക്ലെയിമും കൂടെ നോക്കുക. അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആ വണ്ടീനകത്ത് കമ്പനി പോകണമെങ്കിൽ നോ പ്രോബ്ലം. ഗൈസ്, ഇതൊക്കെയാണ് അവസ്ഥ. ഇനി നാളെ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടെ. 1-2-3 ദിവസം കൊണ്ടൊക്കെ ഒരു വണ്ടി എടുക്കണം കേട്ടോ എങ്ങനെയും. ഇന്നൊരു ക്യാമറയ്ക്ക് അഡ്വാൻസ് കൊടുക്കാണ്ടി പോയതാ. പക്ഷെ ആ ക്യാമറ ആണെങ്കിൽ 10-1.25 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ബാറ്ററി പോയി. കാരണം ക്യാമറ ഹൈബ്രിഡ് ആണല്ലോ. 2017 അഡ്വാൻസ് കൊടുക്കാൻ പോയത്, അത് നടന്നില്ല. 2 വണ്ടി എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ ഒരു ക്യാമറയും പിന്നെ അതുപോലെ ഒരു എൻ്റെ ഓർമ്മ. പക്ഷേ ഇത് നടക്കുന്നില്ല കേട്ടോ, നല്ല വണ്ടികൾ കിട്ടുന്നത്. ഇത് കൂടാതെ ഒരു സർപ്രൈസ് ഉണ്ട്. അതെന്തായാലും ഒരു ഇതായിട്ടിരിക്കട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ വന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ട്. വന്നു എന്ന് പറഞ്ഞൊരു സാധനം, വന്നു എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് കാണാം. അതെന്നാന്നുള്ളത് മനസ്സിലായുള്ള വീഡിയോയുടെ കമൻറ്റ് ഇടാം. അപ്പം അടുത്ത ദിവസം ഒരു വണ്ടി എടുക്കും നമ്മൾ കേട്ടോ.